നമസ്കാരം. എറണാകുളം ജില്ലാ പഞ്ചായത്തും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും ചേർന്ന് നടത്തുന്ന ജില്ലാതല കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം നമ്മുടെ കാക്കനാട് പ്രിയദർശിനി ഹാളിൽ വെച്ച് നടക്കുകയാണ്. നമുക്ക് ഈ ചടങ്ങിന്റെ കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് മൂത്തേടൻ സ്വാഗതം ആശംസിച്ചു. തൃക്കാക്കര MLA ശ്രീമതി ഉമാ തോമസ് അധ്യക്ഷത വഹിച്ചു. 67 ഇനങ്ങളിലാണ് മത്സരം നടക്കുന്നത്. 3000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ 13 വേദികളിലായിട്ടാണ് മത്സരം നടക്കുന്നത്. കലാ, കായിക, സാംസ്കാരിക മത്സരങ്ങൾ ഇവിടെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ നമുക്കൊരു കൺസേണേ ഉള്ളൂ. ഈ മത്സരങ്ങളിലൊക്കെ വിജയിക്കുന്നവർക്ക് യങ്സ്റ്റേഴ്സിന് എപ്പോഴും പ്രാതിനിധ്യം നൽകാനായിട്ട് നമ്മൾ ഇവരുടെയൊക്കെ ഗ്രേസ് മാർക്കിൽ കൂടി ഇത് ഉൾപ്പെടുത്താൻ പഠിക്കുന്നവർക്കാണെങ്കിൽ പഠനത്തിൽ ഒരു ഗ്രേസ് മാർക്ക്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറിയ ജോലിയിലാണെങ്കിൽ ആ ജോലി സ്ഥലത്തും ഇവർക്കൊരു പ്രത്യേക ഗ്രേസ് മാർക്ക് ഇവർക്ക് നൽകണം എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. ഉദ്ഘാടനം നിയമ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവായിരുന്നു. ജില്ലാ പഞ്ചായത്തും യുവജന ക്ഷേമ ബോർഡും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജില്ലാ കേരളോത്സവം 24 ഉദ്ഘാടനം ചെയ്തതായി ആദ്യം തന്നെ പ്രഖ്യാപിക്കുക. ഞാനൊരു ദൈർഘ്യമേറിയ പ്രസംഗത്തിന് തുനിയുന്നില്ല. എല്ലാവരും മത്സരത്തിന് സജ്ജമായിട്ടിരിക്കുകയാണ്. കുറേ പേര് ഇപ്പം തന്നെ അതിനുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അവരധികം ഇരുത്തി നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. കാസർഗോഡ് നിന്ന് വന്നിട്ടുള്ള കുഞ്ഞുങ്ങൾ എറണാകുളത്ത് ആദ്യമായിട്ടാണ് പറഞ്ഞത്. ആണോ? കൊച്ചിയിൽ വന്നിട്ടുണ്ടോ മുമ്പ്? ഉണ്ടോ മക്കളെ? ഉണ്ടോ? ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട് കൊച്ചി? കാണാൻ പോകണമല്ലോ അല്ലേ? എന്തായാലും യുവജന ക്ഷേമ ബോർഡ് സംസ്ഥാനത്താകെ വളരെ മാതൃകാപരമായ രൂപത്തിലാണ് ഈ കാര്യം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കലാപരമായ കഴിവുകൾ ആകെ പ്രകടിപ്പിക്കാൻ കിട്ടുന്ന സന്ദർഭം, അത്തരം മത്സരങ്ങൾ, കായിക മത്സരങ്ങൾ, ഇതെല്ലാം ലഹരി വിമുക്തമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് കൂടി സഹായകരമാണ്. ജില്ലാ കളക്ടർ NSK ഉമേഷ്, S സതീഷ് സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ, LC ജോർജ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ജില്ലാ പഞ്ചായത്ത് നമുക്കറിയാം പ്രവർത്തിക്കാതെ വിഷൻ ഇല്ലാത്ത മേഖലയേ ഇല്ല. എല്ലാ മേഖലകളിലും, അത് മാർജിനലൈസ്ഡ് ആയാലും, അത് ജെൻഡർ റിലേറ്റഡ് ആയാലും, ട്രാൻസ്ജെൻഡേഴ്സ്, ഫിസിക്കലി ചാലഞ്ച്ഡ്, ST യുവാക്കൾ, എല്ലാ മേഖലകളിലും സജീവമായിട്ട് പ്രവർത്തിച്ചു വരുന്ന കേരളത്തിൽ തന്നെയുള്ള ബെസ്റ്റ് ജില്ലാ പഞ്ചായത്താണ് നമ്മുടെ എറണാകുളം ജില്ലാ പഞ്ചായത്ത്. അതിൻ്റെ നേതൃത്വം നൽകുന്ന ഫുൾ ഭരണസമിതി എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചു കൊള്ളുന്നു. സ്കൂൾ കലോത്സവവും കോളേജ് കലോത്സവത്തിൽ നിന്നും വ്യത്യസ്തമായി കേരളോത്സവത്തെ മാറ്റി തീർക്കുന്നത്, ഇതിന് പ്രധാനമായി ഊന്നൽ നൽകുക തങ്ങളുടെ പഠനകാലത്ത് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയാതെ പോയ ആളുകൾക്കുൾപ്പെടെ കലോത്സവങ്ങളിലും കായികോത്സവങ്ങളിലും മത്സരിക്കാനുള്ള ഒരു പ്രധാന വേദി എന്ന നിലയിലാണ് കേരളോത്സവത്തെ പൊതുവെ വിവക്ഷിച്ചിട്ടുള്ളത് എന്നുള്ളത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾക്കുള്ള ഒരു പരിമിതി ഉണ്ട് എന്നുള്ളതാണ് നേരത്തെ ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തപ്പോൾ വന്നിട്ടുള്ള അഭിപ്രായം. ബഹുമാനായ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെയും മറ്റുള്ള ആളുകളുടെയും ഗൗരവമായ ശ്രദ്ധ കൂടി എടുത്തു കഴിഞ്ഞാൽ ഭാവിയിലാണെങ്കിലും ഈ കാര്യങ്ങൾ വീണ്ടും ഗൗരവമായി പരിശോധിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം MP ശ്രീ ഹൈബി ഈഡൻ നിർവഹിച്ചു.